എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 27-ാമത് വാക്യം നാം വായിക്കുമ്പോൾ, മനുഷ്യ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ചില കൊടുങ്കാറ്റിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണുവാൻ സാധിക്കുന്നുണ്ട്. സന്തോഷത്തോടും സമാധാനത്തോടും അനുഗ്രഹീതമായ പശ്ചാത്തലങ്ങളിലൂടെയും മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതയാത്രയിൽ പ്രതീക്ഷിക്കാത്ത ചില പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ഒരു രോഗമായി, ഒരു ദുഃഖമായി, ഒരു കഷ്ടമായി, ഒരു നഷ്ടമായി, ഒരു പ്രതീക്ഷിക്കാത്ത അപവാദമായി, അപമാനമായി ഒക്കെ നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്ന ചില പ്രയാസഘട്ടങ്ങളിൽ നാം അതിനെ എങ്ങനെ അതിജീവിക്കും, നാം എങ്ങനെ അതിനെ മറികടക്കും എന്ന് ചിന്തിച്ച് പലപ്പോഴും ആകുലത നിറഞ്ഞവരായി നാം മുൻപോട്ട് പോകാറുണ്ട്. ഇവിടെയും ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളുടെ ജീവിത പടകിൽ ആഞ്ഞടിക്കുന്ന ചില കൊടുങ്കാറ്റുകൾ, ആ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കുവാൻ കഴിവുള്ളവൻ നമ്മോടൊപ്പമുണ്ടെന്ന് നമ്മെ ആഴമായി ഓർപ്പിച്ച് ഉണർത്തുകയാണ് ദൈവത്തിൻ്റെ വചനം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, യേശു കർത്താവ് പ്രഭാഷണത്തിനിടയിൽ നമുക്കക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരുമായി ഇരുന്നിരുന്ന പടകിൽ തന്നെ അക്കരെ ദേശത്തെ ലക്ഷ്യം വെച്ച് മുൻപോട്ട് പോവുകയായിരുന്നു. സന്തോഷത്തോടു കൂടിയുള്ള അവരുടെ യാത്രയ്ക്ക് നേരെ അതിശക്തമായിട്ടുള്ള ഒരു ചുഴലിക്കാറ്റ് ആഞ്ഞു വീശുവാനും തിരകൾ കൊണ്ട് പടകിന് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത തലത്തിൽ ശിഷ്യന്മാർ ഭാരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ശിഷ്യന്മാർ അകാരണമായി ഭാരപ്പെട്ടപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഈ പടകിൽ അമരത്ത് തലവച്ച് കിടക്കുന്ന ഒരുവനുണ്ട്. അവൻ കാറ്റിനെ ശാന്തമാക്കുന്നവനാണ്, കടലിനെ അടക്കുന്നവനാണ്, സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ കഴിവുള്ളവനാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായപ്പോൾ യേശുവിനെ അവർ ഉണർത്തിയിട്ട്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഈ കാറ്റിനെ അതിജീവിക്കുവാൻ, ഈ പ്രശ്നത്തെ അതിജീവിക്കുവാൻ, ഈ പ്രതികൂലത്തെ മറികടക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങളെ സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയപ്പോൾ യേശു കർത്താവ് പടകിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കാറ്റിനെ ശാസിക്കുകയും കടലിനോട് അനങ്ങാതിരിക്കുവാനും ആവശ്യപ്പെട്ടപ്പോൾ ആ വലിയ ചുഴലിക്കാറ്റ് നിലയ്ക്കുകയും കടൽ ശാന്തമാകുകയും ചെയ്യുവാൻ ഇടയായിത്തീർന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നുണ്ട്. ജീവിത പടകിൽ ആഞ്ഞടിക്കുന്ന കാറ്റ് എത്ര വലിയ കാറ്റായിരുന്നാലും, എത്ര വലിയ പ്രശ്നമായിരുന്നാലും, നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട് അതിനെ മറികടക്കുവാനും അതിനെ ജയിക്കുവാനും സാധ്യമല്ല എന്ന് തോന്നുന്ന തലത്തിൽ അത്രമാത്രം അതിശക്തമായിരുന്നാലും, നമ്മോട് കൂടെയുള്ള സകലത്തിന്മേലും അവകാശമുള്ള, അധികാരമുള്ള, സകലത്തിനും അവകാശമുള്ള കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതയാത്രയിൽ നിന്നുണർത്തി, എനിക്ക് ഈ പ്രശ്നത്തെ അതിജീവിക്കുവാൻ കഴിയുന്നില്ല, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞതുപോലെ പറയാമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ മുമ്പിൽ ആടി ഉലയുന്ന ആ പടക്, നമുക്ക് കീഴടങ്ങാത്ത ആ കാറ്റ്, ആ കടൽ നമ്മുടെ മുമ്പിൽ അടക്കുവാനും ശാന്തമാക്കുവാനും കഴിവുള്ളവൻ നമ്മുടെ ജീവിതത്തിൽ എഴുന്നേൽക്കുകയും ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്യുമെന്നുള്ള ആഴമായി ഓർമ്മപ്പെടുത്തലാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത പടകിൽ ആഞ്ഞടിക്കുന്ന കാറ്റിനെ കണ്ടിട്ട് നാം ഭയപ്പെട്ട് പിന്നോക്കം ഓടുകയല്ല, മറിച്ച് നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ള, നമ്മോട് കൂടെയുള്ള നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് വിളിച്ചുണർത്തി, നാഥ ഞങ്ങളെ ഒന്ന് സഹായിക്കണം, അങ്ങല്ലാതെ ഞങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾക്കാരുമില്ല,
ഈ കാറ്റിനെ ഒന്ന് ശാന്തമാക്കി തരയണമെന്ന് പറഞ്ഞാൽ ശാന്തമാക്കുന്നവൻ നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തെ ഉണർത്താം, വിളിക്കാം, പറയാം. അതിന് ദൈവം നമ്മെ ശക്തരാക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, പല വിധത്തിലുള്ള കൊടുങ്കാറ്റുകളുടെ നടുവിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ആ കാറ്റിനെ ശാന്തമാക്കുവാൻ, ആ കടലിനെ അടക്കുവാൻ കഴിവുള്ളവൻ ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ കർത്താവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണർത്തി ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഓർപ്പിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ദൈവവചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.